ഇടുക്കി ഡീലേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സാമ്പത്തിക തട്ടിപ്പിൽ മുൻ മാനേജരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ചക്കുവള്ളം തുണ്ടത്തിൽ വൈശാഖ് മോഹനനെയാണ് അറസ്റ്റ് ചെയ്തത്. സൊസൈറ്റിയിലെ തട്ടിപ്പ് പുറത്തു വന്നതിനെ തുടർന്ന് കഴിഞ്ഞ മെയ് 20 മുതൽ ഇയാൾ ഒളിവിലായിരുന്നു. 2021 മുതൽ 23 വരെ കാലഘട്ടത്തിലാണ് ബാങ്കിൽ വൈശാഖ് മോഹൻ തട്ടിപ്പ് നടത്തിയത്. നിക്ഷേപത്തുകയിൽ നിന്നും ചിട്ടിയിൽ നിന്നുമായിരുന്നു തട്ടിപ്പുകൾ അത്രയും. ബാങ്കിൽ പുതിയ ഭരണസമിതി അധികാരമേറ്റ ശേഷം നടത്തിയ പരിശോധനയിലൂടെയാണ് തട്ടിപ്പിന്റെ ചുരുളഴിയുന്നത്. ബാങ്കിന്റെ രസീതുകൾ ഉപയോഗിച്ച് നിക്ഷേപകരിൽ നിന്നും വൻതുകകൾ ഇയാൾ കൈപ്പറ്റിയിരുന്നു. എന്നാൽ ഇതൊന്നും ബാങ്കിൽ രേഖപ്പെടുത്തിയിരുന്നില്ല. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ മതിയായ രേഖകളില്ലാതെ വായ്പ അനുവദിച്ചും വൈശാഖ് തട്ടിപ്പ് നടത്തി. കുമളി ബ്രാഞ്ചിൽ മാത്രം 1,49,00,000 രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് കാണിച്ച് പ്രസിഡന്റ് PR അയ്യപ്പനാണ് പരാതി നൽകിയത്. നിലവിൽ 2 കോടിയിലധികം രൂപ ഇയാൾ തട്ടിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. ആദ്യഘട്ടത്തിൽ തുക തിരിച്ചടയ്ക്കാമെന്ന് ബാങ്ക് ഭരണസമിതിക്ക് വൈശാഖ് ഉറപ്പു നൽകിയിരുന്നു. പിന്നാലെയാണ് ഇയാൾ ഒളിവിൽ പോയത്. കുമളി പോലീസ് FIR രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു. ഒളിവിലിടുന്ന മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതിനിടെയാണ് രഹസ്യ കേന്ദ്രത്തിൽ നിന്നും വൈശാഖിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ഇയാളെ കുമളിയിലെ ബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് വിശദമായ തെളിവെടുപ്പ് നടത്തി. പ്രതി ഒളിവിലിരുന്ന സ്ഥലം സംബന്ധിച്ച വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. ബാങ്കിന്റെ കട്ടപ്പന ബ്രാഞ്ചിൽ നിന്നും 28 ലക്ഷം രൂപ ഇയാൾ തട്ടിച്ചിട്ടുണ്ടെന്നും കണ്ടെത്തി. ബാങ്കിന്റെ നെടുങ്കണ്ടത്തെ ഹെഡ് ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള തട്ടിപ്പുകളിൽ വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. വൈശാഖിനെ കോടതിയിൽ ഹാജരാക്കി. ഇടുക്കി വിഷൻ, കുമളി. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.